അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റോളാണ്. ഷവർമ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചിക്കൻ റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ആദ്യം നമുക്ക് അതിന് വേണ്ട മാവ് കുഴച്ച് വെക്കാം. അതിന് 250 ml കപ്പിൽ ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ഉപ്പ് വേണം, ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ ബട്ടർ കൂടെ വേണം, 1.5 ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം വേണം. വെള്ളം ചെറിയ ചൂട്, പിന്നെ ഒരു ഇത്തിരി ഓയിൽ കൂടെ വേണം. വെള്ളം ഒരു ചെറിയ ചൂട് മതി. ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മാവ് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ബട്ടർ, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്തതും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ പാൽപ്പൊടിക്ക് പകരം നമുക്ക് പാൽ ഉപയോഗിക്കാം, ചെറിയ ചൂട് പാൽ ഉപയോഗിക്കാം. പിന്നെ പഞ്ചസാര ചേർത്തു. ഈ ഈസ്റ്റാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഡയറക്റ്റായിട്ട് പൊടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. തരി പോലെ പുട്ടിനൊക്കെ പൊടി നനക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം കുഴച്ച് വന്നപ്പോൾ നമുക്ക് അതിൽ ചെറിയ ചൂടുള്ള വെള്ളമാണ്, തീരെ കൂടുതൽ ചൂടാവാൻ പാടില്ല, ചെറുതായിട്ട്. എന്നിട്ട് അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം കുഴച്ച് ഈ പരുവാക്കിയിട്ടുണ്ട്. ഒത്തിരി തിക്കാവരുത്, ഈ ഒരു ലൂസും ചെറിയ ലൂസ് വേണം മാവിനായിട്ട്. മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ കവർ ചെയ്തിട്ട് പൊങ്ങാനായിട്ട് വെക്കാം. ഡബിൾ സൈസ് ആയിട്ട് വരട്ടെ. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം ചിക്കന് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ പുരട്ടാൻ വേണ്ടിയിട്ട് ഗരം മസാല, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചത് എടുത്തതും, തൈര് വേണം, പിന്നെ നമുക്ക് ചെറുനാരങ്ങ നീര് വേണം. അത്രയാണ് നമുക്ക് ചിക്കനിൽ പുരട്ടാൻ വേണ്ടത്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസിന് ആവശ്യമായിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ട് 1 മിനിറ്റ് വെച്ച ശേഷം അത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി ആ വെള്ളമെല്ലാം കളഞ്ഞ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണിത്. അത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ മയോണൈസ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. വീഡിയോ ലെങ്ത് ആവണ്ടാച്ചിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചിട്ടില്ല. പിന്നെ മുട്ടയും ബ്രെഡ് ക്രംസൊക്കെ നമുക്ക് ലാസ്റ്റിലേക്കുള്ളതാണ്. കുക്കമ്പർ, അത്രയാണ് നമ്മളെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഞാൻ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഈ പൊടികളും ഉപ്പും വെളുത്തുള്ളി ചതച്ചതും തൈര് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അല്ലി പോലത്തെ 4 വെളുത്തുള്ളിയാണ് ചേർത്തത്. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതൊരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് പൊട്ടാറ്റോസ് എല്ലാം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം നമ്മൾ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇടുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഓയിൽ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കന് അധികം ഓയിൽ വേണ്ട. നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കിയതിൻ്റെ ശേഷം ഞാൻ ഓയിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് ചെറു തീയിലിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും എല്ലാം നമ്മളൊരു ടിഷ്യൂലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എണ്ണയെല്ലാം കളഞ്ഞ ശേഷം ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ലെറ്റ്യൂസ്, ഇത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ലെറ്റ്യൂസ്, ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കുക്കുംബർ എടുത്തിട്ട് ചെറുതാക്കി തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതാക്കിയിട്ട് കുറച്ച് ഉപ്പും ചെറുനാരങ്ങ കൂടെ ഉള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ വെള്ളം എടുക്കാതെ കുക്കുംബർ എല്ലാം എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം.
എത്ര വേണ്ടത് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് പകുതി ചേർത്ത് കൊടുത്ത ശേഷം നോക്കാം. ഇത് മതിയാവും, ഇത്രയും മതിയാവും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം എല്ലാം കറക്റ്റായിട്ട് മിക്സാക്കി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മാവും അത് റെഡിയായി വന്നിട്ടുണ്ട്. മാവ് ഞാൻ 2 മണിക്കൂറാണ് പൊന്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ചൂടായ കാരണം പെട്ടെന്ന് പൊന്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. ചൂട് കുറവുള്ള സ്ഥലത്താണെങ്കിൽ 4 മണിക്കൂറൊക്കെ വെക്കാം. ഇനി അതെല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഓരോ മാവായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് റോളാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു മാവ് എടുത്തിട്ട് ജസ്റ്റ് കുറച്ചൊരു പൊടിയിലൊന്ന് തടവിയതിൻ്റെ ശേഷം ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. പരത്തിയ ശേഷം നമുക്ക് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എത്ര ഫില്ലിങ് വേണ്ടത് അത്ര വെച്ച് കൊടുക്കാം. ഓവറായിട്ട് വെക്കണ്ട, ഒരു മീഡിയം പാകത്തിനായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് 2 ഭാഗവും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മാവ് അയവിൽ കുഴക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിച്ച് കിട്ടും. ഈ ഒരു അയവിലാണ് കുഴക്കുന്നത് വെച്ചാൽ മാവ് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും ചെയ്യും. എണ്ണയിലിട്ട് അത് വിട്ടു പോവില്ല. ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ചിക്കൻ റോളിന് വേണ്ടിയിട്ടുള്ള റോളാക്കി എടുത്തിട്ടുള്ളത്. ഇനി അതൊരു പൊടി തടവിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ മാവ് പരത്തുക, അതിലേക്ക് ഫില്ലിങ് വെക്കുക, എത്ര വേണ്ടത്, എന്നിട്ട് ഇങ്ങനെ 2 സൈഡും കൂടെ കൂട്ടി ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ എല്ലാം ഞാൻ അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്, റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് റോളാക്കി എടുക്കാം. അങ്ങനെ മുട്ടയിലൊന്ന് മുക്കി വെക്കുക. അങ്ങനെ എല്ലാം എടുത്തൊന്ന് മുക്കി വെച്ചിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് റോളാക്കി എടുക്കാം. ഇനി ബ്രെഡ് ക്രംസിലിട്ടിട്ട് അതൊന്ന് നന്നായിട്ട് കവർ ചെയ്ത് ചിക്കൻ റോളിൻ്റെ ആ ഷേപ്പെല്ലാം കറക്റ്റ് ആക്കിയിട്ട് എല്ലാം വെക്കാം. അപ്പം ഇതുപോലെ കറക്റ്റാക്കി വെക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം റോളാക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ റോളായിട്ട് ഇട്ട് കൊടുക്കാം. ഒരെണ്ണമായിട്ട് ഇടേണ്ട, ഒരു 4 എണ്ണം വെച്ചിട്ട് പൊരിച്ചെടുക്കാം നമുക്ക്. എനിക്കിപ്പോൾ ആ മാവായിട്ട് ഒരു 12 ചിക്കൻ റോളാണ് കിട്ടിയിട്ടുള്ളത്. 250 ml കപ്പിന് 2 കപ്പാണ് ഞാൻ പൊടി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കുറച്ച് വലുതുമാണ്. ചെറുതാണെങ്കിൽ നമുക്കൊരു 15, 16 ഒക്കെ കിട്ടും. ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതെല്ലാം അധികം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. ഉള്ളു വേവും വേണം, ഒത്തിരി കരിഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കാം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിടാം. അങ്ങനെ ഒരു സൈഡ് എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ലോ ഫ്ലെയിം ആവും വേണ്ട, അതുപോലെ ഹൈയിലാവും വേണ്ട. ഹൈയിലായാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ ഏകദേശം ഇത് കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് നമ്മളാക്കി കൊടുക്കാം. വേവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് സൈഡൊക്കെ ഇങ്ങനെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം എണ്ണയിൽ നിന്ന് ഒന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ചിക്കൻ റോളും കൂടെ അതേ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഞാനെല്ലാം അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാ ചിക്കൻ റോളും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റ് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ റോളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു സർവിങ് പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.